ചേട്ടനും അനീതിയും അച്ഛനെ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ പെട്ടെന്ന് കയറി വരുന്നത്. അപ്പോൾ അനീതി പറയുന്നുണ്ട് ദേ അച്ഛൻ വരുന്നു എന്ന്. അച്ഛൻ വന്ന ഉടനെ ചേട്ടനോട് പറയുകയാണ്, ഇച്ചിരി തിരക്ക് കാരണം ലേറ്റ് ആയിപ്പോയി, നീ പെട്ടെന്ന് വാ, നമുക്ക് ഡ്രസ്സ് പോയി എടുക്കാമെന്ന് പറഞ്ഞ് മോനെ സ്കൂട്ടറിൽ കയറ്റിയിരുത്തി. അപ്പോഴാണ് മോൾ ചോദിക്കുന്നത്, അച്ഛൻ എനിക്ക് ഡ്രസ്സ് മേടിച്ചിട്ട് കുറേ നാളായെന്ന്. അപ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ പറയുകയാണ്, നിനക്ക് കഴിഞ്ഞ കൊല്ലമല്ലേ ഞാൻ ഡ്രസ്സ് മേടിച്ചത്, എപ്പോഴും നിനക്ക് എന്തിനാണ് ഡ്രസ്സ് മേടിക്കുന്നതെന്ന്. അപ്പോൾ മോൾ പറഞ്ഞു, ചേട്ടന് കഴിഞ്ഞ മാസമല്ലേ പുതിയ ഷർട്ടും പാൻറ്റും മേടിച്ചു കൊടുത്തത്, എനിക്ക് കുറേ ആയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ ദേഷ്യം തോന്നുകയും നീ ഒത്തിരി ഒന്നും സംസാരിക്കണം, നീ മര്യാദയ്ക്ക് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് ആ മോളെ പറഞ്ഞു വിടുകയാണ്. ഇത് കാണുന്ന ചേട്ടൻ ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛ എന്തിനാണ് ഈ തരംതിരിവ് കാണിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും അച്ഛന്റെ മക്കളല്ലേ, ആണോ പെണ്ണോ അങ്ങനെയൊക്കെ നോക്കി ഒരാൾക്ക് കൂടുതൽ ഡ്രസ്സ് മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ, എന്താണ് നമ്മുടെ ഈ നാട്ടിൽ മാത്രം ഇങ്ങനെ പെണ്ണുങ്ങളോട് ഒരു തരംതിരിവ് കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് മോൻ അവിടെ നിന്ന് അനിത്യയുടെ പുറകെ ഓടി പോവുകയും അനിത്യയോട് പറയുകയാണ്, നീ കരയണ്ട, ഞാനും പോകുന്നില്ലെന്ന്. തന്റെ മോന്റെ പുറകെ അച്ഛനോട് വരികയും മക്കളോട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളോട് ഒരു തരംതിരിവ് കാണിക്കുന്നുണ്ട്, എന്റെ മനസ്സിലും അതുപോലെയുള്ള വിഷയങ്ങൾ കയറിയിരിക്കുകയായിരുന്നു, എന്റെ മോൻ കാരണം എനിക്കെല്ലാം മനസ്സിലായി, രണ്ടുപേർക്കും ഡ്രസ്സ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ പോവുകയാണ്. ഈ കഥ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ?